വെളിയങ്കോട് പത്തുമുറി തണ്ണിത്തുറ ഭാഗങ്ങളിൽ ശക്തമായ കടലേറ്റത്തെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായി. ഇന്ന് രാവിലെ ഉണ്ടായ അതിശക്തമായ കടൽക്ഷോഭത്തിൽ റോഡിലേക്ക് വെള്ളം കയറുകയും ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. വർഷങ്ങളായി കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളാണിത്. കടലേറ്റത്തെക്കുറിച്ച് പലതവണ അധികാരികൾക്ക് മുന്നറിയിപ്പും പരാതികളും നൽകിയിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ലെന്നാണ് തീരദേശവാസികൾ ഒന്നടങ്കം പരാതിപ്പെടുന്നത്. ഓരോ വർഷവും മഴക്കാലത്തുമല്ലാത്തപ്പോഴും ഉണ്ടാകുന്ന കടലേറ്റം ഇവരുടെ ജീവിതം താറുമാറാക്കുന്നു. വീടുകളിലേക്ക് വെള്ളം കയറുന്നതും മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. ഇത്തവണത്തെ കടലേറ്റം കാരണം റോഡിലേക്ക് വെള്ളം കയറുകയും ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തതോടെ യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അടിയന്തരമായി കടൽഭിത്തി നിർമ്മിച്ച് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും അവർ അഭ്യർത്ഥിച്ചു. 20 വർഷമായിട്ട് കല്ലിട്ട് ഞങ്ങൾ ഇരുന്നിന്ന് 5-10 കിലോമീറ്റർ ദൂരാണ് ആ കല്ലിൻ്റെ അടുത്തായിട്ടിരുന്നത്. ഞങ്ങൾ ഇരുന്നിന്ന് നമ്മൾ കടപ്പുറക്കാരാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ കടൽ കയറി ബൈത്തുർ റഹ്മാൻ്റെ വീടിൻ്റെ മനിയിരിക്കുന്നു. അവിടെ റോഡുണ്ട്. ആ റോഡ് പൊട്ടാഞ്ഞൊരു മീറ്ററും കൂടെ ഉണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഭരണാധികാരികളാണ് ഞങ്ങൾ പറയുന്നത്. ആ ഭരണാധികാരികൾ ഇതിന് ഞങ്ങളെ ശ്രദ്ധിക്കണം. എല്ലാം ഇത് മൊത്തം പെടുന്നു പോകും. ഇതിൻ്റെ അടുത്താണ് മൊയ്തീൻ പള്ളി, ഖബർസ്ഥാനം, സ്കൂൾ, ഫിഷറി സ്കൂൾ, ആസ്പത്രി, ഇതൊക്കെ അടുത്താണ്. ഈ കടലിങ്ങനെ കയറാൻ വിചാരിക്കുന്നത് ഞങ്ങൾ മൊത്തം ഇത് ഞങ്ങൾ പോകും. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഞങ്ങളോട് പറയും. നിങ്ങൾ വന്ന് നോക്കും പോകും. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇവരോട് പറഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അതിനൊരു പരിഹാരം നിങ്ങൾ കാണാം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതിനൊരു പരിഹാരം എത്രയും വേഗം കാണാം. ആച്ചരിക്ക് കല്ലിറക്കിയിരിക്കണം. ഇത് പോണേന് കല്ലില്ല. ആച്ചരിക്ക് കല്ലിറക്കിയിട്ടുണ്ട്. ഈ പൂണേന് കല്ലില്ല. ഇത് പോയിക്കോട്ടെ. ആച്ചരി പോകാൻ പാടില്ല. ഇത് ജനങ്ങളെ സേവനമാണ് ആച്ചരി നിൽക്കുന്നത്. ഈ ആച്ചരി നിൽക്കുന്ന ജനങ്ങളതാണ്. അതുപോലെ തന്നെ ഈ സ്ഥലം വീടൊക്കെ അതും നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. ഇത് രണ്ടും കൂടി ശ്രദ്ധിക്കണ്ടേ. ഇതിൻ്റെ മുമ്പ് 2 കൊല്ലം 5 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് 10 കോടി ഉറുപ്പ പാസ്സായിരുന്നത്. അതെവിടെ കൊണ്ടുപോയി? 10 കോടി ഉറുപ്പ ഞങ്ങളൊക്കെ കണ്ടത് പേപ്പറിലടക്കം വന്നത് 10 കോടി ഉറുപ്പ പാസ്സായി. അതെവിടെ എന്ത് കാട്ടി? തണ്ണിത്തുറയിൽ ദേശം കല്ലിട്ട് ഒരു ലോഡ്, ഇവിടെ ഒരു ലോഡ് കല്ല് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആച്ചരിക്ക് ഇടാനാണ്. ആച്ചരിക്ക് ഞങ്ങൾ കല്ലടിക്കൂല. നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മുമ്പിൽ ACB വന്നിട്ട് ഞങ്ങൾ അതിൻ്റെ മുമ്പിലുണ്ടാവും. ഒരു കഷ്ണം കല്ലടിക്കൂല. അവിടെ കൂടിയോണ്ടാണ് ഇവിടെ വളഞ്ഞു പോണത്. ഈ പാവപ്പെട്ട വീടാണ് ഇവിടെ. എല്ലാവരും പാവട്ടെ. നിങ്ങൾ 10 ലക്ഷം ഉറുപ്പ കിട്ടും. 10 ലക്ഷം ഉറുപ്പ നിങ്ങൾ കൊടുത്താൽ എന്ത് കിട്ടണത്? 4 സെൻറ്റ് ഭൂമി കിട്ടൂല. 4 സെൻറ്റ് ഭൂമി കിട്ടൂല. നിങ്ങൾ സ്ഥലം കണ്ട് വീടെടുത്ത് കൊടുക്കുക അവർക്ക്. അതാണ് നിങ്ങൾ വേണ്ടത്. ഇതിനൊരു പരിഹാരം കാണണം. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ വില്ലേജ് ഓഫീസർമാരും ഫിഷറീസ് ഓഫീസർമാരും പഞ്ചായത്ത് സെക്രട്ടറി ഇതിനൊരു പരിഹാരം കാണണം. ഞങ്ങളല്ലെങ്കിൽ ഇവിടെ ഒരു വണ്ടി ഞങ്ങൾ ഇപ്പം ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതിനൊരു പരിഹാരം കാണണം. ഏത് ഭരണാധികാരികളായാലും വേണ്ടില്ല. ഇവിടെ പ്രശ്നമില്ല. ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്. ഏത് ഭരണം നടന്നാലും ഞങ്ങൾ പ്രശ്നം. ഇവിടെയൊക്കെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. നിങ്ങൾ വന്ന് നോക്കണം. ഇവിടെ ഇന്ന് വരെക്കും ഒരാൾ വന്നിട്ട് പലർക്കും ഈ റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെക്കും ഒരാൾ വന്നില്ല. ഞങ്ങളൊക്കെ ഒഴിഞ്ഞ് പോയതിൻ്റെ പറഞ്ഞ് നിങ്ങൾ വല്ല കയറി വരും. അതൊന്നും കാര്യമില്ല. എന്നിട്ട് പറയും അത് പ്രശ്നമില്ല, കല്ലിപ്പോൾ വരും, കല്ലിടും. ഏത് കല്ലിടുന്നത്? ഇതുപോലെ തന്നെ തണ്ണിത്തുറയിൽ പോയത്, കാക്കച്ചിപ്പറമ്പിൽ പോയത്, ഓടൊക്കെ പൊളിഞ്ഞു പോയത്, എത്ര വീട് അവിടെ വാർപ്പിൻ്റെ വീട് പോയി. ഇതിനൊക്കെ നിങ്ങൾ പരിഹാരം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് എവിടെ വരുന്നത്? നിങ്ങളൊക്കെ കേക്കോറ അന്തസ്സാരി ജീവിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഒരു കാലത്ത് ഞങ്ങളിവിടെ വീടെടുക്കുന്ന സമയത്ത് കടൽ കുറേ ദൂരമായിരുന്നതാണ്. അല്ലാണ്ട് ഇവിടെ അടുത്തല്ലായിരുന്നത്. എന്നാൽ ആദ്യം മനസ്സിലാകും. കുറേ ദൂരം എന്ന് പറഞ്ഞാൽ കുറേ ദൂരം. അതാണ് ഞങ്ങൾ വീടെടുക്കാൻ ഈ ആച്ചരെടുക്കാൻ കാരണം. അതാണ് കുറേ ദൂരമായിരുന്നു. നിങ്ങൾക്ക് വീട് 4 സെൻറ്റ് ഭൂമി എടുത്തിട്ട് നിങ്ങൾക്ക് തരട്ടെ. അത് കാണിച്ചേണ്ട. എന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിനുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും വേഗം ഒരു പരിഹാരം കാണണം. ഇപ്പം തന്നെ ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം വിഷമിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഭരണാധികാരികളൊന്നും പറയാനില്ല. നിങ്ങളിവിടെ വന്നാൽ ഞങ്ങളൊക്കെ ഒന്ന് വർത്താനം കേൾക്കും. ഒറ്റ ഇതാണ്. നിങ്ങൾ മജ്ജത്ത് കാണാൻ പറഞ്ഞാൽ കാണണ്ട പോകണ്ട. ഞങ്ങൾ കാണാൻ വേണ്ടി വരാണ് മജ്ജത്ത്. നിങ്ങൾ ഇവിടെ മരിച്ചെടുക്കുന്നവരെ കാണാനാണല്ലോ നിങ്ങൾ വരും.